ഞാനിന്ന് കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ 14-ാമത്തെ മെസ്സേജാണ് വായിക്കുന്നത്. 14-ാമത്തെ മെസ്സേജ് ഒത്തിരി വലുതായത് കാരണം 3 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അതിലെ ആദ്യത്തെ പാർട്ടാണ് വായിക്കുന്നത്. മുന്നറിയിപ്പിൻ്റെ ദിനങ്ങൾക്ക് മുൻപായി ദൈവകരുണയുടെ ദുരിതകാലം. മനുഷ്യകുലത്തോടുള്ള എൻ്റെ കരുണ എൻ്റെ എല്ലാ മക്കളിലേക്കും അയക്കപ്പെടുന്നു. തീരെ ചെറിയ കുഞ്ഞുങ്ങളും രോഗികളും ഒഴികെ മറ്റെല്ലാവർക്കും എൻ്റെ കരുണയുടെ സ്പർശനം ഞാൻ അനുവദിക്കും. മുന്നറിയിപ്പിന് മുൻപായി ലോകത്തിന് മേൽ എൻ്റെ കരുണയുടെ പ്രവൃത്തി പതിക്കാൻ ഞാൻ അനുവദിക്കും. ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കേണ്ടിയിരിക്കുന്നു. എന്നെയോ പിശാചിനെയോ ആരെയാണ് വേണ്ടതെന്ന് തിരഞ്ഞെടുക്കാൻ എൻ്റെ മക്കൾക്ക് ഞാൻ സ്വാതന്ത്ര്യം അഥവാ സ്വന്തമായ ഇച്ഛ നൽകുന്നു. കരുണയുടെ പ്രവൃത്തി സകല മനുഷ്യരുടെ മേൽ പതിക്കും. ആരും ഒഴിവാക്കപ്പെടുകയില്ല. ശാസ്ത്രജ്ഞന്മാർക്കും ഡോക്ടർമാർക്കും എന്നല്ല മറ്റാർക്കും തന്നെ ഈ കരുണയുടെ പീഡയ്ക്ക് പ്രതിവിധി കണ്ടുപിടിക്കാൻ സാധിക്കില്ല. എന്തായിരിക്കും ആ പീഡ എന്നത് നിങ്ങൾക്കിപ്പോൾ വിശദീകരിച്ച് നൽകപ്പെടില്ല. അതൊരു അതിസ്വാഭാവിക പ്രതിഭാസമായിരിക്കും. അനേകർ അപ്പോൾ കരുണയ്ക്ക് വേണ്ടി നിലവിളിക്കും. കരുണയുടെ പീഡയ്ക്ക് ഒരു പ്രതിവിധിയും ഉണ്ടാകില്ല. അതിനെ എടുത്തു മാറ്റാനും കഴിയില്ല. സമയം വൈകുന്നതിനു മുൻപേ മാനസാന്തരപ്പെടാനുള്ള ഒരവസരം കൂടി മനുഷ്യകുലത്തിന് നൽകാൻ വേണ്ടി നിങ്ങളുടെ യേശുവായ ഞാൻ തന്നെയാണ് എൻ്റെ പിതാവിൻ്റെ അനുവാദത്തോടെ കരുണയുടെ ഈ പ്രവൃത്തി അയക്കുന്നത്. അത് മുന്നറിയിപ്പിന് മുൻപേ ആരംഭിക്കുകയും മുന്നറിയിപ്പിന് ശേഷം ത്വരിതപ്പെടുകയും ചെയ്യും.